പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആയുർ പരിപാലനത്തിനായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. പുണർതം നക്ഷത്രത്തിൽ ജനിച്ചവർ 1-ാമത്തെ വയസ്സിലും 3-ാമത്തെ വയസ്സിലും ശ്വാസ തടസ്സങ്ങൾ ബുദ്ധിമുട്ട് നേരിടാം. കഫം വർദ്ധിക്കുക മൂലം തക്കതായിട്ടുള്ള ചികിത്സകൾ ചെയ്യേണ്ടതാണ്. 5-ാമത്തെ വയസ്സിൽ വയറ്റുവേദനകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. 9-ാമത്തെ വയസ്സിലാകട്ടെ ആയുധങ്ങളെ കൊണ്ട് മുറിവേൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാഹസ പ്രവൃത്തികൾക്ക് നിൽക്കുന്നതും അല്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 11-ാമത്തെ വയസ്സിൽ ഫുഡ് പോയ്സൺ മൂലമോ മറ്റ് ഭക്ഷണക്രമങ്ങളുടെ തകരാറ് മൂലമോ വിഷദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതകൾ ഏറെയായി കാണുന്നു. 15-ാമത്തെ വയസ്സിൽ ശത്രുക്കളെ കൊണ്ട് ഉപദ്രവങ്ങൾ നേരിടും എന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ട് അനാവശ്യ വാദപ്രതിവാദങ്ങളോ കൂട്ടുകെട്ടുകളോ എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 25-ാമത്തെ വയസ്സിൽ ചിക്കൻ ബോക്സ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ മഞ്ഞപ്പിത്തം മുതലായിട്ടുള്ള രോഗങ്ങളോ സംഭവിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. 30-ാമത്തെ വയസ്സിൽ സന്ധിവേദനകൾക്ക് സാധ്യത കൂടുതലാണ്. ഇടുപ്പ് അരക്കെട്ട് ഭാഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളും നേരിടാം. തക്കതായിട്ടുള്ള ചികിത്സകളും വ്യായാമങ്ങളും പോഷകാഹാരങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. 36-ാമത്തെ വയസ്സിൽ വാത സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യതകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഭരണാധികാരികളാൽ വ്യവഹാരങ്ങൾക്കോ കേസോ മുതലായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമായതുകൊണ്ട് വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു വയസ്സാണ്. 55-ാം വയസ്സിലാകട്ടെ അഗ്നിബാധ കൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ നേരിടുക. അതേപോലെ സഹോദരങ്ങളെ കൊണ്ടോ സഹോദര തുല്യമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടോ സഹായികളെ കൊണ്ടോ അല്പം മനക്ലേശങ്ങളും കടന്നു പോകാൻ സാധ്യതകൾ ഏറെയാണ്. 68-ാം വയസ്സിൽ വീണ്ടും കഫവാത ശല്യങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ നമ്മൾ ഫലപ്രദമാക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യപരിപാലനവും തക്കതായ ഭക്ഷണക്രമങ്ങളും വ്യായാമങ്ങളും എല്ലാം ചെയ്ത് മേൽപ്പറഞ്ഞ എല്ലാ സന്ധികളും കടന്നു കഴിഞ്ഞാൽ 85-ാം വയസ്സിൽ വൃശ്ചിക മാസത്തിലെ അപരപക്ഷ പഞ്ചമിയും ഞായറാഴ്ചയും അത്തം നക്ഷത്രം ഉദിച്ച് 21 നാഴികയ്ക്ക് ശേഷം ചില ആപത്തുകൾ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ പുണർതം നക്ഷത്രക്കാർക്കും ഇത്തരം അറിവുകൾ പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ജാതക പരിശോധന നടത്തി മനസ്സിലാക്കേണ്ടതാണ്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് വാട്സപ്പ് വഴി ഓൺലൈൻ കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം.